പശ്ചിമേഷ്യയിലെ ആകാശം വീണ്ടും മിസൈൽ അഗ്നിരേഖകളാൽ ചുവന്നിരിക്കുന്നു. ഗൾഫ് മുതൽ ഇസ്രായേൽ വരെ യുദ്ധത്തിന്റെ പുതിയ അധ്യായം തുറന്നുകൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ വലിയ ആക്രമണ തരംഗം ആരംഭിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന സൈനിക നീക്കത്തിന്റെ 22ാം തരംഗം മാർച്ച് 6-ന് രാവിലെ തന്നെ ആരംഭിച്ചതായി IRGCയുടെ ഔദ്യോഗിക പ്രസ്താവന വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇതോടെ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുന്നതായാണ് വിലയിരുത്തൽ. മിനാബിലെ ഒരു സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ നിരപരാധികളായ കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവത്തിന് പ്രതികാരമായാണ് ഈ പുതിയ മിസൈൽ ആക്രമണം നടത്തിയതെന്നും IRGC വ്യക്തമാക്കി. യാ ഹുസൈൻ ബിൻ അലി എന്ന കോഡ് വാക്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആക്രമണ തരംഗം ആരംഭിച്ചതെന്ന് അവരുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗം അറിയിച്ചു. IRGCയുടെ പ്രസ്താവന പ്രകാരം പേർഷ്യൻ ഗൾഫ് മുതൽ ഇസ്രായേലിലെ ടെല്ലവീവ് വരെ വ്യാപിച്ചിരിക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളാണ് ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഖൈബർ, ഫത്താഹ് എന്നീ മിസൈലുകൾക്കൊപ്പം 2 ടൺ വാർഹെഡ് വഹിക്കാൻ ശേഷിയുള്ളതും 14 മാച്ചിലധികം വേഗത കൈവരിക്കുന്നതുമായ സൂപ്പർ ഹെവി ഗോറേം ഷഗർ 4 ബാലിസ്റ്റിക് മിസൈലുകളും ഈ ആക്രമണത്തിൽ വിന്യസിച്ചതായി അവർ അവകാശപ്പെടുന്നു. ടെല്ലവീവ്, ബെൻഗുരിയോൺ വിമാനത്താവളം, ഹൈഫയിലെ സൈനിക കേന്ദ്രങ്ങൾ കൂടാതെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് പുതുതലമുറ മിസൈൽ ലക്ഷ്യമിട്ടതെന്നും IRGC പറഞ്ഞു. യുദ്ധത്തിന്റെ 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സംഘർഷത്തിൽ ഇറാന്റെ സ്ഥിരതയുള്ള മിസൈൽ ബേസ് ശൃംഖലകളിൽ നിന്നാണ് വിക്ഷേപണങ്ങൾ നടന്നതെന്നും IRGC വ്യക്തമാക്കി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഷി കുറഞ്ഞുവെന്ന അമേരിക്കയും ഇസ്രായേലും ഉന്നയിച്ച അവകാശവാദങ്ങളെ പ്രചരണ യുദ്ധം മാത്രമാണെന്ന് അവർ തള്ളി. ആക്രമണകാരി ശിക്ഷിക്കപ്പെടുന്നതുവരെ ദീർഘകാല യുദ്ധത്തിനും ഞങ്ങൾ തയ്യാറാണ്. ഓരോ ആക്രമണ തരംഗത്തിലും ശത്രുക്കൾ കൂടുതൽ വേദനാജനകമായ പ്രഹരങ്ങൾ നേരിടേണ്ടി വരുമെന്ന് IRGC വക്താവ് ബ്രിഗേഡിയർ ജനറൽ നൈനി മുന്നറിയിപ്പ് നൽകി. ഇറാൻ വികസിപ്പിച്ചെടുത്ത പുതിയ ആയുധ സംവിധാനങ്ങൾ ഇതുവരെ പൂർണ്ണമായി വിന്യസിച്ചിട്ടില്ലെന്നും അവ അടുത്ത ഘട്ടത്തിൽ യുദ്ധതരംഗത്ത് പ്രത്യക്ഷപ്പെടുമെന്നും അദ്ദേഹം സൂചന നൽകി.